കംബാക്ക് എന്നോ കാവ്യനീതിയെന്നോ ഹീറോയിസമെന്നോ പേരിട്ട് വിളിച്ചോളൂ. പക്ഷേ ഒന്നുറപ്പ്, നാം ഇപ്പോൾ സാക്ഷിയായിരിക്കുന്നത് ഇന്ത്യൻ ക്രിക്കറ്റ് ഇന്നോളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഹീറോയിക് മൊമെൻറ്റുകളിലൊന്നിനാണ്. ടീമിൻ്റെ ഏറ്റവും ലാസ്റ്റ് ഓപ്ഷനായവൻ ഒരു ലോകകപ്പിലെ ബെസ്റ്റിലേക്കും അവിടെ നിന്നും ബീസ്റ്റിലേക്കും പറന്നുയർന്ന ചിത്രം. ഇതൊരു ചിത്രകഥയോ മാസ് സിനിമയുടെ ക്ലൈമാക്സോ അല്ല. ഒന്നുമില്ലായ്മയിൽ നിന്നും പൊരുതിക്കയറിയ ഒരു മലയാളി പയ്യൻ ക്രിക്കറ്റ് ലോകത്തെ അമ്മാനമാടി ഈ കഥ വരും തലമുറകൾ പോലും ഏറ്റുചൊല്ലും. ഇല്ലായ്മകളുടെയും വല്ലായ്മകളുടെയും കാലത്ത് അയാളെ പിന്തുണച്ചവർക്കും അയാൾക്കായി വാദിച്ചവർക്കും ഇത് സ്വപ്ന സാഫല്യം. സഞ്ജു സാംസൺ കംസ് ഇൻ ഫോർ റിങ്കു സിംഗ്. ചെന്നൈ ചിദംബരം സ്റ്റേഡിയത്തിൽ നോക്കി സൂര്യകുമാർ യാദവ് അന്നു നടത്തിയ പ്രഖ്യാപനത്തിന് ഒരു ലോക കിരീടത്തിൻ്റെ വിലയുണ്ടെന്ന് അന്നാരും നനച്ചതേയില്ല. ചെന്നൈയിൽ അന്നുയർന്ന ആരവും ഈഡനും വാങ്കഡയും കടന്ന് അഹമ്മദാബാദിലും മലയടിക്കുന്നു. 4 കളികളിൽ നനഞ്ഞു ജയിച്ചും 5ാം മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയോട് തോറ്റമ്പിയും സെമി പോലും കാണില്ലെന്നുറപ്പായ ഒരു ടീമിനെ ഇതാ ഒരുവൻ സ്വർണം കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നു. ഇക്കാലം അത്രയും പ്രതിഭയോട് നീതി പുലർത്താത്തവൻ എന്ന വിമർശനമുണ്ടായിരുന്ന ഒരു വലങ്കയ്യൻ ഗ്രൗണ്ടിനെ ഡാൻസിംഗ് ഫ്ലോറാക്കി ഒരു ലോകകപ്പിനെ അമ്മാനമാടുന്നു. സഞ്ജു സാംസൺ കത്തിച്ചെത്തി ടീമിന് ഒന്നാകെ നൽകിയത് ഒരു ഇലക്ട്രിക് എനർജിയാണ്. പോയ മത്സരത്തിൽ സഞ്ജു ആർച്ചർ പോരാട്ടമാണ് ഉറ്റുനോക്കിയതെങ്കിൽ ഇക്കുറി മാറ്റ് ഹെൻറിയിലേക്കാണ് ക്യാമറകൾ സൂം ചെയ്തിരുന്നത്. കാരണം ലോകകപ്പിൽ സഞ്ജുവിനെ ബെഞ്ചിലിരുത്തിയതിൽ പ്രധാനി മാറ്റ് ഹെൻറിയാണ്. ന്യൂസിലാൻഡിനെതിരായ പരമ്പരയിൽ ഹെൻറിയുടെ ന്യൂ ബോളിലാണ് സഞ്ജുവിന് തൻ്റെ ഇരിപ്പിടം നഷ്ടപ്പെട്ടു തുടങ്ങിയത്. പക്ഷേ ഇക്കുറി കരുതലോടെ തുടങ്ങിയ സഞ്ജു ആദ്യ ഓവറിൽ തന്നെ ഹെൻറിയെ ലോങ് ഓണിലേക്ക് പറഞ്ഞയച്ചു. 2ാം ഓവറിനായി മിച്ചൽ സാന്റ്നർ അയച്ചത് ഗ്ലെൻ ഫിലിപ്സിനെ. ലക്ഷ്യം അഭിഷേക് ശർമ്മയാണെന്ന് വ്യക്തം. പക്ഷേ അനാവശ്യ തിടുക്കമില്ലാതെ ആ ഓവറും ഇന്ത്യ പൂർത്തിയാക്കി. 2 ഓവർ തീരുമ്പോൾ സ്കോർ ബോർഡിലെ അക്കം 12 മാത്രം. ഫീൽഡിംഗ് തെരഞ്ഞെടുത്തത് മികച്ച തീരുമാനം തന്നെയെന്ന് ന്യൂസിലാൻഡ് ക്യാപ്റ്റൻ ചിന്തിച്ചു തുടങ്ങി കാണണം. പക്ഷേ അവിടെ വെച്ചൊരു തീക്കാറ്റ് വീശിത്തുടങ്ങുകയാണ്. 3ാം ഓവറിൽ ജേക്കബ് ഡെഫി വാങ്ങിയത് 15, 4ാം ഓവറിൽ ലൊക്യു ഫെർഗൂസൺ വാങ്ങിയത് 24. ഒരറ്റത്ത് അഭിഷേക് ശർമ്മ ലോകകപ്പിന് മുന്നേ കണ്ട അതേ അഭിഷേകാകുമ്പോൾ മറുവശത്ത് സഞ്ജു ഡേയ്സ് തുടരുകയായിരുന്നു. ലൊക്യു ഫെർഗൂസനെതിരെ സഞ്ജുവിൻ്റെ ഷോട്ട് പാളിയുണ്ടായ എഡ്ജ് പോലും വീണത് ബൗണ്ടറി വരക്കപ്പുറം. ടൂർണമെൻറ്റിൽ ആദ്യമായി സഞ്ജു അഭിഷേക് സഖ്യം ഒരുമിച്ച് നിന്ന് കത്തിയ നിമിഷങ്ങൾ. അതോടെ ലോകകപ്പ് ഫൈനലിൻ്റെ പ്രഷർ പോലുമില്ലാതെ പ്രാക്ടീസ് മത്സരമായി അഹമ്മദാബാദ് മാറി. ദിക്കറിയാതെ നിന്ന ന്യൂസിലാൻഡ് ബോളർമാർ വൈഡുകൾ എറിഞ്ഞും ലെങ്ത് തെറ്റിയും നിസ്സഹായരായി അത് നോക്കി നിന്നു. പവർ പ്ലേ തീരുമ്പോൾ ഇന്ത്യൻ സ്കോർ 92. ടീം സ്കോർ 100 കടക്കാൻ വേണ്ടി വന്നത് 7.2 ഓവർ മാത്രം. ഫോമില്ലായ്മയുടെ പേരിൽ ടൂർണമെൻറ്റിലുടനീളം വിമർശനം കേട്ട അഭിഷേക് ഫൈനലിൽ ടൂർണമെൻറ്റിലെ വേഗതയേറിയ 50 കൊണ്ട് വിമർശകരെയെല്ലാം വായടപ്പിച്ചു. 8ാം ഓവറിലെ ആദ്യ പന്തിൽ അഭിഷേക് മടങ്ങിയെങ്കിലും ഇന്ത്യയെ അത് ബാധിച്ചതേയില്ല. അഭിഷേകിൻ്റെ വിക്കറ്റ് പിറന്ന രവീന്ദ്രയുടെ ഓവറിൽ തന്നെ 2 തുടർ ബൗണ്ടറികൾ പായിച്ചുകൊണ്ട് ഇഷാൻ കിഷൻ സ്റ്റേറ്റ്മെൻറ്റ് നൽകി. അതിനിടയിൽ 11ാം ഓവറിൽ മറ്റൊരു അർദ്ധ സെഞ്ചുറിക്ക് കൂടി സഞ്ജു സാംസൺ ബാറ്റ് ഉയർത്തി. ബെഞ്ചിലിരിക്കുന്ന നാളുകളിൽ കണ്ട കനവുകളിൽ പോലും ഇതുപോലൊരു ഉയർപ്പ് അയാൾ പ്രതീക്ഷിക്കാനിടയില്ല. നോക്കൌട്ട് പോലൊരു മത്സരത്തിൽ വിൻഡീസിനെതിരെ, സെമിയിൽ ഇംഗ്ലണ്ടിനെതിരെ, ദേ ഇപ്പോൾ ഫൈനലിലും. ഇതിലും മികച്ച കരിയർ ഗ്രാഫ് മറ്റാർക്കുണ്ട് വെക്കാൻ. സഞ്ജുവും കിഷനും തീ പാറിപ്പിച്ചു തുടങ്ങിയതോടെ ഇന്ത്യൻ സ്കോർ ബോർഡിലെ അക്കങ്ങൾ 5th ഗിയറിലേക്ക് മാറി. 14ാം ഓവർ എറിയാനെത്തിയ രജിൻ രവീന്ദ്ര കണ്ടത് സഞ്ജുവിൻ്റെ ബീസ്റ്റുമാടാണ്. ടൂർണമെൻറ്റിൽ ഉടനീളം നന്നായി പന്തെറിഞ്ഞ രജിൻ രവീന്ദ്രയെ സഞ്ജു നീലക്കടലിലേക്ക് ഊർത്തിയിറക്കി. അതും ഒന്നല്ല, തുടർച്ചയായ 3 തവണ. ഓവറുകൾ യഥേഷ്ടം ബാക്കിയുള്ള ഇന്നിങ്സിൽ ലോകകപ്പ് ഫൈനലിൽ ഒരു സെഞ്ചുറി എന്ന ഒരു അപൂർവ നേട്ടം അയാൾക്ക് മുന്നിലുണ്ടായിരുന്നു. പക്ഷേ ആ പ്രലോഭനത്തിൽ അയാൾ ഇക്കുറിയും വീണില്ല. ജിമ്മി നിഷമിൻ്റെ ഫുൾ ടോസ് ഉയർത്തിയെടുക്കാനുള്ള ശ്രമം അവസാനിച്ചത് മെക്കോഞ്ചിയുടെ കയ്യിലേക്ക്. സെൽഫ്ലെസ് എന്നൊരു ടാഗും പേര് സഞ്ജു സാംസൺ ഡഗ്ഔട്ടിലേക്ക് ഒരു വീരനായകനെ പോലെ നടന്നെടുത്തു. ജിമ്മി നിഷമിൻ്റെ ആ ഓവറിൽ ഇഷാൻ കിഷനും ഓവർ കോൺഫിഡൻസിലെത്തിയ സൂര്യകുമാർ യാദവും മടങ്ങി. ഒരുപക്ഷേ മത്സരത്തിൽ ന്യൂസിലാൻഡിന് ശ്വാസം വീണ ഏതാനും മിനിറ്റുകൾ. പിന്നീടുള്ള ഓവറുകളിൽ ഇന്ത്യൻ സ്കോർ ബോർഡിൻ്റെ വേഗത കുറഞ്ഞെങ്കിലും അവസാനത്തെ ഓവറിൽ ജിമ്മി നിഷമിനെ ശിവൻ ദുബെ വരഞ്ഞു വിട്ടു. അവസാന ഓവറിൽ പിറന്ന് 24 റൺസിൻ്റെ കനത്തിൽ ഇന്ത്യൻ സ്കോർ 250 പിന്നിട്ടു. ടൂർണമെൻറ്റിൻ്റെ തുടക്കത്തിൽ പരുങ്ങിയ ഇന്ത്യൻ ബറ്റാലിയൻ ക്ലൈമാക്സിൽ ഫയർ ബാൻഡാകുന്ന ചിത്രം. കൊള്ളാവുന്ന ഒരു ബാറ്റിംഗ് ഡെപ്ത് പോലുമില്ലാത്ത ന്യൂസിലാൻഡിന് ഇത് താങ്ങാവുന്നതിലും അപ്പുറത്തുള്ള സ്കോറാണെന്ന് ആദ്യമേ ഉറപ്പായിരുന്നു. എങ്കിലും ഫിൻ അലനും ടിം സെഫേർട്ടും കത്തുമോ എന്ന ചോദ്യം മാത്രമായിരുന്നു ബാക്കി. അല്ലെങ്കിൽ മറ്റൊരു ജേക്കബ് ബദൽ ഉയർത്തുവരുമോ എന്ന സംശയം. പക്ഷേ ആദ്യ ഓവറിൽ തന്നെ ഫിൻ അലനെ ശിവൻ ദുബെ വിട്ടുകൊണ്ടാണ് മത്സരം തുടങ്ങുന്നത്. പിന്നാലെ ഹാർദിക് പാണ്ഡ്യ ടിം സെഫേർട്ട് അടിച്ചു തുടങ്ങിയതോടെ ഒരു പോർമുഖം തുറക്കപ്പെടുമെന്ന് കരുതി. പക്ഷേ ഫിൻ അലനെ കുരുക്കാൻ സൂര്യകുമാർ ഒരു ചക്രവ്യൂഹമൊരുക്കി. അക്ഷർ പട്ടേലിൻ്റെ ആ ട്രാപ്പിൽ കൃത്യമായി ബാറ്റ് വെച്ച് ഫിൻ അലൻ തിരികെ നടന്നു. വൈകാതെ തൻ്റെ ആദ്യ പന്തിനെ തന്നെ ഉയർത്തിയടിച്ച രജിൻ രവീന്ദ്രയെ ഇഷാൻ കിഷൻ്റെ കൈകളിലെത്തിച്ച് ബുംറ തനിക്ക് ആളുമാറിപ്പോയെന്ന സ്റ്റേറ്റ്മെൻറ്റാണ് രജിൻ രവീന്ദ്രക്ക് നൽകിയത്. പിന്നാലെ ഗ്ലെൻ ഫിലിപ്സിനെ ബോൾഡാക്കി അക്ഷർ പട്ടേലിൻ്റെ അടുത്ത എൻട്രി. പിന്നെയെല്ലാം ചടങ്ങുകൾ മാത്രം. ന്യൂസിലാൻഡ് ഇന്ത്യക്ക് എതിരാളിയായത് മത്സരത്തിന് മുന്നേയുള്ള പോസ്റ്ററുകളിൽ മാത്രം. അർഹിച്ച കിരീടം തന്നെയാണ് ഇന്ത്യയുടെ കയ്യിലിരിക്കുന്നത്.
കാരണം പോയ 2 വർഷം നമ്മോളം ഒരാളും ഈ ഫോർമാറ്റിനെ ഡോമിനേറ്റ് ചെയ്തിട്ടില്ല. നമ്മളോളം ഒരാളും കൺസിസ്റ്റൻ്റായി പെർഫോം ചെയ്തിട്ടുമില്ല. ലോകകപ്പിൻ്റെ തുടക്കത്തിൽ ആ വീര്യം കണ്ടില്ലെങ്കിലും ഒടുക്കത്തിൽ നാം ഇരട്ടി വീര്യത്തിൽ അത് തിരിച്ചു പിടിച്ചു. വിമർശന മുനകളിലിരുന്ന ഗൗതം ഗംഭീറിനെ മറ്റൊരു ICC ട്രോഫിയുടെ തിളക്കം. ക്യാപ്റ്റൻ സൂര്യകുമാർ, കപിലും ധോണിയും രോഹിതും അടക്കമുള്ള അധികാരിയുടെ നിരയിലേക്ക്. പക്ഷേ ഈ ടൂർണമെൻറ്റ് ഓർത്തുവെക്കപ്പെടുക സഞ്ജു സാംസന്റെ പേരിൽ തന്നെയായിരിക്കും.